ആകാശലോകങ്ങളെയും സർവവിധ സംവിധാനങ്ങളെയും പരിപാലിക്കുന്ന അല്ലാഹുവിനാണ് സർവസ്തുതി. അഹദും സമദുമായ ഏകാധിപനും ആരും കൂട്ടുമില്ലാത്ത ഏകനായ റബ്ബ്, ആ അല്ലാഹുവിൻ്റെ അന്ത്യപ്രവാചകനും അടിമയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നവരാണ് നാം എല്ലാവരും. ആദ്യമായി യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. എൻ്റെ ശരീരത്തോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളോടും ആദ്യമായി ഉണർത്താനുള്ളത്, നാം എല്ലാവരും ജഗന്നിയന്താവായ അല്ലാഹുവിൻ്റെ തഖ്വയിൽ, അല്ലാഹുവിനോടുള്ള തഖ്വയിൽ അടിമപ്പെട്ട് ജീവിക്കാനും അല്ലാഹുവിനോടുള്ള ഭയഭക്തിയോടെയുള്ള ജീവിതം നയിക്കാനും നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. എൻ്റെ ശരീരത്തോടും ആദ്യമായി പറയുകയാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതം അവൻ പൊരുത്തപ്പെടുന്ന അമലുകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ സ്വാലിഹീങ്ങളായ അടിയാറുകളെ സ്വീകരിക്കുന്നത് പോലെ നമ്മയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നാം നമ്മുടെ ശരീരത്തോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം ആദ്യമായി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഉണർത്തുകയാണ്. നാം എല്ലാവരും നമ്മുടെ ജീവിതം കുറേ കാലം കഴിഞ്ഞവരാണ്. 25 വയസ്സുള്ളവരുണ്ടാകാം, അതിന് മുകളിലേക്ക് 50, 60, 70 പ്രായമുള്ള ആളുകളാണ് നാം എല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ എത്രത്തോളം നാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്ത കണക്കുകൾ എത്രയാണ്? വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ ബന്ധം എത്രയാണ്? അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ നാം എത്രത്തോളം പാരായണം ചെയ്തിട്ടുണ്ട്? നാം നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക, ഇന്ന് എത്ര സമയമാണ് ഞാൻ ഖുർആൻ പാരായണത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ആഴ്ചയിൽ എത്ര സമയമാണ് നാം ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത്? മുഹറം മാസത്തിലെ 4ാമത്തെ ജുമഅയാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മുഹറം മാസം പിറന്നിട്ട് ഒരു പുതുവത്സരം നമ്മിലേക്ക് കടന്നു വന്നിട്ട് നാം എത്രത്തോളം ഖുർആനുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാകണം നമ്മുടെ സംസാരം ഇന്ന് ആരംഭിക്കുന്നത്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വിശുദ്ധ ഖുർആൻ അല്ലാഹുവിലേക്ക് ഇറക്കപ്പെട്ടിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പാരായണം ചെയ്തു തന്നിട്ട് അവിടുത്തെ സൂഫികളായ, അവിടുത്തെ താബിഈകളായ ആലിമുകൾ നമുക്ക് പാരായണം ചെയ്തു തന്നിട്ട് നാം ആ വിശുദ്ധ ഖുർആനിനെ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്, നാം ആ വിശുദ്ധ ഖുർആനിനെ എത്രത്തോളം ആവാഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാം എപ്പോഴും ഖുർആനിൻ്റെ ആളുകളായി മാറാൻ ശ്രദ്ധിക്കണം. ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആനിലുള്ള ആശയങ്ങളെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരു മുഅ്മിനിന് ആത്യന്തികമായ വിജയം ഉള്ളത്. നാം പഠിക്കുക, അതിനെ പഠിപ്പിക്കുക അഥവാ പകർന്നു നൽകുക, ഖുർആനിൻ്റെ ആശയങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഈ ഒരു 3 കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം അല്ലാഹു തആല പറഞ്ഞതുപോലെയുള്ള മുത്തഖീങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടും. അല്ലാഹു തആല വിജയിപ്പിക്കുന്ന കൂട്ടരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനുമായി ബന്ധപ്പെടുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ധാരാളം ഗുണങ്ങൾ നാം കാണുന്നുണ്ട്. മഹാന്മാർ നമുക്ക് ധാരാളം ഗുണങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളാണ് ഇത് നാം പരിചയപ്പെടുന്നത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആൾ
ആൾക്ക് ഒരു ഇരുട്ടും സംഭവിക്കുകയില്ല. എന്ന് വെച്ചാൽ ആൾ എപ്പോഴും വെളിച്ചത്തിൻ്റെ പാതയിലാണ്. ആൾക്കെപ്പോഴും ഒരു പ്രകാശമുണ്ടാകും. ആൾക്കെപ്പോഴും വലിയൊരു സന്തോഷവും സമാധാനവും അവൻ്റെ ഹൃദയത്തിൽ കളിയാടുമെന്നാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ ഇരുട്ടിൽപ്പെടുകയില്ല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളാണെങ്കിൽ. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ, അള്ളാഹുവിൻ്റെ കലാം തന്നെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ശൂറ 42-ാമത്തെ അധ്യായം 2-ാമത്തെ ആയത്ത് പറയുന്നത് നോക്കൂ. വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ. നമ്മുടെ കൽപ്പനയിൽപ്പെട്ട ഒരു റൂഹിനെ, ഒരു ആത്മാവിനെ, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽപ്പെട്ട ഒരു ആത്മാവിനെ തന്നെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. നബിയെ, മാ കുൻത തദരി മൻ കിതാബു വൽ ഈമാൻ. നബിയെ, തങ്ങൾക്കറിയുമായിരുന്നില്ലല്ലോ എന്താണ് തങ്ങൾക്കറിയാത്തത്, എന്താണ് വിശ്വാസമെന്നും എന്താണ് സത്യവിശ്വാസമെന്നും എന്താണ് വേദഗ്രന്ഥമെന്നും തങ്ങൾക്കറിയുമായിരുന്നില്ലല്ലോ നബിയെ. വലാകിൻ ജഅൽനാഹു നൂറാ. പക്ഷേ അല്ലാഹുവാകുന്ന നാം ആ ഖുർആനിനെ ഒരു പ്രകാശമാക്കി തങ്ങളിലേക്ക് തന്നിട്ടുണ്ട്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, ഉദ്ദേശിക്കുന്നവർക്ക് ആ വെളിച്ചത്തിലൂടെ നാം സന്മാർഗവും കാട്ടിത്തരുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നത് നോക്കൂ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ പ്രകാശമാണ്, അല്ലാഹുവിൻ്റെ നൂറാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഒരാൾ ഒരിക്കലും ഇരുട്ടിൽ അകപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ട് ഖുർആനിൻ്റെ ആളുകളായി നാം മാറണം. ഖുർആനിൻ്റെ പ്രകാശത്തെ ആവാഹിക്കുന്നവരായി നാം മാറേണ്ടതുണ്ട്. ഇതേ അർത്ഥം വരുന്ന മറ്റൊരു സൂറത്ത് ഇബ്രാഹിമിലെ 14-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഈ വേദഗ്രന്ഥം താങ്കൾക്ക് നാം അയച്ചു തന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, നബിയെ, തങ്ങൾക്ക് നാം ഈ വേദഗ്രന്ഥത്തെ, ഈ ഖുർആനിനെ അയച്ചു തന്നിട്ടുള്ളത് ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. എല്ലാവിധ ഇരുട്ടുകളിൽ നിന്നും എല്ലാവിധ തമസ്സുകളിൽ നിന്നും ജനങ്ങളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്, ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ഖുർആനിൻ്റെ ആളുകൾ ഒരിക്കലും തന്നെ ഇരുട്ടിൻ്റെ ആളുകളായി മാറുകയില്ല. ഖുർആനിൻ്റെ ആളുകൾ എപ്പോഴും വെളിച്ചത്തിലേക്ക് തന്നെയാണ് നടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ സമകാലീനമായി വരുന്ന ഒരുപാട് അഴുക്കുചാലുകൾ നമുക്ക് നമ്മുടെ ഇടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഹരിയായും മറ്റു വിചാരങ്ങളായും മറ്റു വിചാരപരമായ ചിന്തകളായും ധാരാളം അഴുക്കുകൾ നമ്മുടെ സമൂഹത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾ ഒരിക്കലും, വിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കൾ ഒരിക്കലും ആ അഴുക്കുചാലുകളിലോ തമസ്സുകളിലോ അടിമപ്പെട്ടു പോവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആനിന്റെ ഒരു പ്രയോഗം നമ്മൾ നോക്കണം. ഖുർആൻ പ്രഖ്യാപിക്കുന്നത് ഒരു ഇരുട്ടിൽ നിന്നല്ല, എല്ലാ ഇരുട്ടുകളിൽ നിന്നുമുള്ള വെളിച്ചത്തിലേക്കുള്ള പാതയാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓതി തരികയാണ്. ഒരു മനുഷ്യൻ ഏതൊക്കെ ഇരുട്ടിനകപ്പെട്ടാലും, ഏതൊക്കെ പ്രയാസങ്ങളിലാണെങ്കിലും, ഏതൊക്കെ തെറ്റുകളിൽ അടിമപ്പെട്ട ആളുകളാണെങ്കിലും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നതിലൂടെ അവൻ വിജയത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ്. പതിവായി വിശുദ്ധ ഖുർആൻ ദായിമൻ എപ്പോഴും പാരായണം ചെയ്യുന്നവരായി നാം മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം നാം ആവാഹിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണം അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഖുർആനിൻ്റെ പഠിതാക്കളും ഖുർആൻ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും പ്രയോഗവൽക്കരിക്കുന്നവരുമാകുക. എന്ന് വെച്ചാൽ ഖുർആനിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നവരായി നാം മാറുക എന്നാണ്. മറ്റൊരു ഗുണം, രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്? വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ രണ്ടാമതായി നമുക്ക് കിട്ടുന്ന ഗുണം,
ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് തന്നെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ദാലികൽ കിതാബ്, ഈ വേദഗ്രന്ഥമുണ്ടല്ലോ, ഈ കിതാബ് ഉണ്ടല്ലോ, ഈ അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, ലാ റൈബ ഫീഹി, യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ യാതൊരു സംശയത്തിലും ആശങ്കയിലും അകപ്പെട്ടു പോകണ്ട. ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക്, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് അല്ലാഹുവിനെ പേടിക്കുന്നവർക്ക് സന്മാർഗമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യത്തെ അധ്യായം തന്നെ ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹുദൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായി ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്, പരലോകത്ത് സ്വർഗമാണ് ഹുദൻ എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആലയുടെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പരലോകത്ത് സ്വർഗം അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ദുനിയാവിൽ സന്മാർഗവും അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നാം ആദ്യം പറഞ്ഞു വെച്ച ഒരു പോയിന്റ്, വിശുദ്ധ ഖുർആൻ എപ്പോഴും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, വിശുദ്ധ ഖുർആൻ എപ്പോഴും സന്മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി മൂന്നാമതായി വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഗുണഗണങ്ങൾ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിന്റെ ആളുകൾ എപ്പോഴും സന്തോഷത്തിലും എപ്പോഴും സമാധാനത്തിലുമായിരിക്കും. ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഒരാൾ, അവന്റെ ഹൃദയത്തിൽ ഒരിക്കലും തമസില്ല, ഒരിക്കലും പ്രയാസമില്ല, ഒരിക്കലും യാതൊരു ഇടങ്ങേറും ബേജാറും അവന്റെ മനസ്സിനെ അലട്ടുന്നില്ല. ഒരാളുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടങ്ങളും മാറി മാറിക്കൊണ്ടേ വരുന്നൊരു ജീവിതത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു മനുഷ്യനെപ്പോഴും സന്തോഷത്തിലാകുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമേ അല്ല. ഈ ലോകത്ത് ധാരാളം കോടികളുണ്ടെന്ന് പറഞ്ഞാലും, ധാരാളം ആസ്തികൾ എനിക്കുണ്ടെന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യനെപ്പോഴും സന്തോഷത്തിലാകുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമേ അല്ല. അതുപോലെ എനിക്കൊന്നുമില്ല, ഞാൻ വലിയ പ്രയാസത്തില, ഞാൻ വലിയ ബുദ്ധിമുട്ടില, ഞാൻ വലിയ ഇടങ്ങേറില എന്ന് പറയുന്ന ആളുകൾക്കും എല്ലാ സമയത്തും സങ്കടങ്ങളും ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഒരു കയറ്റമുണ്ടെങ്കിൽ, ഒരാൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ അയാൾക്ക് ഒരു എളുപ്പവും അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ട് എന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഖുർആനിന്റെ ആളുകൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ആളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, ബിസിനസ് തകർന്നു പോയി, വലിയ പ്രയാസം, വലിയ ബുദ്ധിമുട്ട്, പൈസയില്ല, ജോലിയില്ല, വലിയ ഇടങ്ങേറിലാണ് എന്ന് പറഞ്ഞാലും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളിന് അല്ലാഹു തആല അവന്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും എപ്പോഴും ഇട്ടുകൊണ്ടുകൊണ്ടേയിരിക്കും. യാ അയ്യുഹൻ നാസു ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ, നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്നും ഒരു സതുപദേശവും മൗഇദത്തും മിർ റബ്ബികും, അല്ലാഹുവിൽ നിന്ന് വലിയൊരു ഉപദേശം വന്നിട്ടുണ്ട്. അതുപോലെ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള ആശ്വാസവും വന്നിട്ടുണ്ട്. വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതാ സന്മാർഗവും കാരുണ്യത്തെയും നാം അയച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വിശേഷണങ്ങൾ അല്ലാഹു തആല എണ്ണി പറയുകയാണ്. മൗഇദത്തുണ്ട്, നിങ്ങൾക്ക് സദുപദേശങ്ങളുണ്ട്. ഇതില് വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു ശാന്തതയുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊരു സമാധാനമുണ്ട്,
നിങ്ങളൊരു ഡിപ്രഷനിലും പോകണ്ട, നിങ്ങളൊരു ആൻസൈറ്റിയിലും അകപ്പെട്ടു പോകണ്ട. ഖുർആനുമായി ബന്ധപ്പെട്ടോളൂ, ഖുർആൻ പാരായണം ചെയ്തോളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശാന്തത ലഭിക്കുന്നത് കാണാം. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് കാരുണ്യവും സന്മാർഗവും ഈ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് പ്രഖ്യാപിക്കുക, അങ്ങ് പ്രഖ്യാപിച്ചു കൊള്ളുക പ്രവാചകരെ, ഇത് അല്ലാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ ഫദ്ലുമാണ്, അവൻ്റെ ഔദാര്യമാണിത്. ഫബിദാലിക ഫൽയഫ്റഹു, ഈ ഖുർആൻ കൊണ്ട്, ഈ വേദഗ്രന്ഥത്തെ കൊണ്ട്, ഈ വിശുദ്ധ കലാമിനെ കൊണ്ട് ഫൽയഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, അവർ ആനന്ദിച്ചു കൊള്ളട്ടെ, അവർ ആഹ്ലാദിച്ചു കൊള്ളട്ടെ. നബിയെ അങ്ങ് പ്രഖ്യാപിക്കണേ നബിയെ, അള്ളാഹുവിൻ്റെ ഫദ്ലും അള്ളാഹുവിൻ്റെ റഹ്മത്തുമായ ഖുർആൻ കൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളായ ജനങ്ങൾ ആഹ്ലാദിച്ചു കൊള്ളട്ടെ നബിയെ. എന്നിട്ട് വ്യക്തമായൊരു പോയിന്റിലേക്ക് അല്ലാഹു തആല ഈ ആയത്ത് ഓതി വരികയാണ്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഈ ജീവിതകാലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്, അതിനേക്കാൾ ഒക്കെയും ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനേക്കാൾ ഒക്കെയും ഖൈറാണ് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ. ഒരാൾക്കൊരു പ്രയാസം, സമ്പത്തില്ല, ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്, തീരെ പൈസയില്ല, കയ്യിൽ കാശ് നിൽക്കുന്നുമില്ല, ഒരു വരവില്ല, ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ബേജാറായി പോകണ്ട. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. വിശുദ്ധ ഖുർആൻ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെയും ഖൈറാണ് നിങ്ങൾക്ക് ഖുർആൻ മുറുകെ പിടിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല സംവിധാനം ചെയ്തിട്ടുള്ളത്. സൗന്ദര്യമില്ല, സമ്പത്തില്ല, വലിയ ജോലിയില്ല, പ്രയാസത്തിലാണ്, ബാങ്കിലെ യാതൊരു ബാലൻസും ഇല്ല, മക്കളില്ല, വലിയ കഷ്ടതയിലാണ്. എന്നിരുന്നാലും തന്നെയും നിങ്ങൾക്ക് വലിയ ആഹ്ലാദിക്കാൻ വകയുണ്ട്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഖൈറും മിമ്മാ യജ്മഊൻ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ കൂട്ടിവെക്കുന്ന എല്ലാ വിഭവങ്ങളെക്കാളും ഖൈറാണ്. പക്ഷേ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വെണ്മയും, വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചവും തെളിച്ചവും, വിശുദ്ധ ഖുർആനിൻ്റെ ഉദ്ബോധനവും നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കുന്നില്ല? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് എന്തേ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം കടന്നു വരുന്നില്ല? അല്ലാഹു തആല തന്നെ നമ്മെ ഉണർത്തുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് വിശുദ്ധ ഖുർആനിനെ ഇറക്കുകയായിരുന്നുവെങ്കിൽ ആ പർവ്വതമതാ പേടികൊണ്ട്, അള്ളാഹുവിനോടുള്ള വിനയാനിത്യത്തിന്റെ ആധിക്യം കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഭയഭക്തി കൊണ്ട് ആ പർവ്വതം ധൂളികളായി പറന്നു പോകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറക്കിയിരുന്നെങ്കിൽ ഖുർആനിന്റെ വലിപ്പം കൊണ്ട്, ഖുർആനിനോടുള്ള ഭയഭക്തി കൊണ്ട് ആ പർവ്വതം കിടുകിടാ വിറച്ചുകൊണ്ട് ആ പർവ്വതം ധൂളികളായി പറന്നു പോകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇപ്പൊ മനസ്സിലായോ നമുക്ക് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവും ആ ഉണ്മയും ആ സന്മാർഗവും നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കാത്തത്? പർവ്വതങ്ങളുടെ കാലിരുമ്പ് പോലിരിക്കുന്ന പാറക്കഷണങ്ങളെക്കാൾ കറുത്തു പോയിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ. കാലത്തിന്റെ പളപളപ്പിലും ഭൗതികതയുടെ തിളപ്പിലും കിടന്ന് ആറാടിക്കൊണ്ട് നമ്മുടെ ഹൃദയം കറുകറുത്തുപോയ കരിമ്പാറയേക്കാൾ കാഠിന്യമുള്ള ഹൃദയമായി മാറിയിരിക്കുകയാണ്. ഖുർആൻ എത്ര കയറിയിട്ടും, ഖുർആൻ എത്ര ഇറക്കപ്പെട്ടിട്ടും നമ്മുടെ ഹൃദയങ്ങൾ മാറിപ്പോകുന്നില്ല. അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നില്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ്.
സമകാലീന സാഹചര്യത്തിൽ ഒരു കൊലയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമുമായി ബന്ധപ്പെടുമ്പോൾ ഇസ്ലാമികമായി പറയുകയാണെങ്കിൽ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഫ്ദലു അഖ്ലാഖിൽ മുഅ്മിനീൻ, ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത്, ഒരു മുഅ്മിനിന്റെ സ്വഭാവം എന്ന് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് അൽ അഫു, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ്. വിശുദ്ധമായ ഇസ്ലാമിന്റെ കൊലയ്ക്ക് കൊല എന്ന് പറയുന്ന ഒരു നിയമമുണ്ടെങ്കിൽ കൂടി വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആശയം കൂടിയുണ്ട്. നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വിട്ടുവീഴ്ച തന്നെയാണ് ഏറ്റവും ഖൈർ. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, ഒരാളുടെ ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ്, മാപ്പ് ചെയ്തു കൊടുക്കലാണ്, ഒരാൾക്ക് വിട്ടുകൊടുക്കലാണ്. എന്നെ തല്ലിയിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ട്, എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ പ്രതികാരത്തിന് പോകുന്നില്ല, ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് എന്ന് പറയലാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ സ്വഭാവം എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ഇസ്ലാമിന്റെ ആദ്യഘട്ടങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അടിച്ചമർത്തുകയും അടിക്കുകയും തൊഴിക്കുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നില്ലേ മക്കക്കാർ. അവർ ഹബീബായ തങ്ങളുടെ മേൽ ഒട്ടകത്തിന്റെ ചിങ്ങലിഞ്ഞ കുടൽമാല കൊണ്ടിട്ടില്ലേ? നമ്മുടെ ശരീരത്തിലേക്കാണ് ഒരു പോത്തിന്റെ കുടൽമാല അല്ലെങ്കിൽ ഒരു കോഴിയുടെ അഴുക്ക് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്നിടുകയാണെങ്കിൽ നമുക്ക് എത്ര പ്രയാസമുണ്ടാകും. അത്രയും വലിയ ഒട്ടകത്തിന്റെ അഴുക്ക് കൊണ്ടുവന്ന് ഹബീബായ തങ്ങളുടെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്, തങ്ങളെ അടിക്കുന്നുണ്ട്, തങ്ങളെ കല്ലുകൊണ്ടെറിയുന്നുണ്ട്, തങ്ങളെ സ്വഹാബത്തിനെയും അവിടുന്ന് അടിച്ചോടിക്കുന്നുണ്ട്, അവരുടെ സ്വത്തുക്കളെ അപഹരിക്കുന്നുണ്ട്, വീടുകളെ പിടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോകുന്നുണ്ട് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങള് മക്കയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മക്കയുടെ എല്ലാ ആധിപത്യവും അധികാരവും തങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നുണ്ട്. ആ സമയത്ത് കഅബത്തിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു പറച്ചിലുണ്ട്, ഫഇന്നി അഖൂലു കമാ ഖാല അഖീ യൂസുഫ് ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്നത്തെ ദിവസം ഞാൻ പ്രതികാര നടപടിക്ക് ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് കൊന്നുകളയാം, നിങ്ങളെ ജയിലിലടയ്ക്കാം, പക്ഷേ ഞാൻ പ്രതികാര നടപടിക്ക് മുതിരുന്നില്ല. നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് ഞാനെല്ലാം പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഞാനെല്ലാം മാപ്പ് തന്നിരിക്കുന്നു എന്നൊരു പ്രവാചക പാഠം കൂടി ഇന്നത്തെ സമകാലീന സാഹചര്യത്തിൽ നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഇരുത്തം, നമ്മുടെ പറച്ചിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന അഅ്മാലുകളിൽ സ്വാലിഹായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവിധ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ ലോകത്തിൻ്റെ കോണുകളിലുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാവർക്കും സമാധാനവും രക്ഷയും അവൻ്റെ അനുഗ്രഹമായി ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സകലമായ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ നഈമിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഖാലിഖിസ് സമാവാതി വസാമികിഹാ وبارئ البريات ومالكها الذي ليس له مثل ولا شبيه ولا في قوله بطل ولا تمويه. أحمده بما يوجب حمده عليه وأبرأ من الحول والقوة إليه. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله. صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه. أما بعد، فيا أيها الناس
أوصيكم عباد الله وإياي بتقوى الله. اتقوا الله العظيم عز وجل وعاملوه بالخشية والوجل، فبادروا فإذا كنتم ماطلون بالعمل وتدمعون في بلوغ الأمل وتغترون بفسحة المهل ولا تذكرون حجوم الأجل وأنتم قرارة سيل المنايا وإشارة نبل الزوايا ومحارة سبل البلايا. ما ولدتم فللتراب وما عملتم ففي كتاب مدخرا ليوم الحساب. فرحم الله أمرا قدم الحذر وأمن النظر وقبل أن يفارق الأتوان ويعدم الإمكان ويدعى الأكفان ويدخل في خبر كان. والأسف على الاكتساب والجرائم قبل نزول القدم اللازم وسكون الحركات لدخول الجوازم، قبل أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين، فحينئذ تضيق الأنفاس وتفتر الحواس ويحل بالمغرور الحذر والبأس. يا له مشغولا عن أقاربه وأحبابه، يبسط يمينا ويقبض شمالا ويعالج من سكر من سكرات الموت أهوالا، يسأل فلا يرد سؤالا ويلتمس من الإقالة والرجعى محالا. قد صار الخبر عنده عيانا وعاد شكه في الرحيل إيقانا، ثم سلب روحه وحيل عليه التراب وأدم منه الإياب، منقطعا من الدنيا أثره مستعجما على أهلها خبره، ينتظر نقع الناقور ونفخ إسرافيل في الصور ليوم البعث والنشور، يوم يكشف عن المستور ويحسد على ما في الصدور، ويقع الحساب على الفتيل والنقير والقدمير، ففريق في الجنة وفريق في السعير. أيقظنا الله وإياكم من سنة الطبع وأعاننا وإياكم على حول المطلع. إن أولى ما أنذر به بعظ وأهلى ما تمسك به حفظ، كلام الله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم، ونفعنا وإياكم بالآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن محمدا عبده ورسوله أشرف مولود. صلى الله وسلم وبارك على سيدنا محمد وعلى آله ما سبح ملك في سجود. يا أيها الناس أوصيكم عباد الله وإياي بتقوى الله. إن الله وملائكته يصلون على النبي. يا
آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على سيدنا محمد. اللهم ارض عن أشرف الخلفاء الراشدين أمير المؤمنين سيدنا أبي بكر الصديق وسيدنا عمر بن الخطاب وسيدنا عثمان بن عفان وسيدنا علي بن أبي طالب. اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.